എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അച്ചിങ്ങാപ്പയർ തേങ്ങാക്കൊത്തിട്ട് ഉലർത്തിയ ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല മെഴുക്കുവരട്ടിക്ക് പറ്റിയ നല്ല അടിപൊളി അച്ചിങ്ങപ്പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അധികം മൂക്കാത്തത്. അപ്പോൾ ഈ മൂക്കാത്ത ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് ശരിക്കുള്ളൊരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് വെച്ചത്. നമ്മൾ സാധാരണ ഇത് തേങ്ങാപ്പീരി ഇട്ടൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ എടുത്ത നീളം പയർ ഇതുപോലെ ഒരു ബേസനിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനൊരു അരമണിക്കൂറോളം അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പയറായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു 2-3 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകുന്നതിൻ്റെ മുന്നേ തന്നെ അതിൽ പുഴുവോ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതാക്കി വേണമെങ്കിൽ അരിയാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ സവോള ചേർക്കുന്നില്ല, പകരം നമ്മൾ ആ സവോളേൻ്റെ അളവിന് പാകത്തിന് ചെറിയുള്ളി, ചുവന്ന ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഒരു 2-3 പച്ചമുളക്, അതൊക്കെ നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന എരിവിനനുസരിച്ച് ഒക്കെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പാകം ചെയ്യാനുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക. പാത്രം നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ നല്ല കട്ടയായിട്ടിരിക്കുക. വയനാട്ടിൽ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തണുപ്പാണ്, രാവിലെയൊക്കെ മഞ്ഞും തണുപ്പ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇപ്പോഴും ഇപ്പോൾ നല്ല കട്ടയാണ് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്താണ് ആദ്യം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി ഈ തേങ്ങാക്കൊത്ത് അതിൽ കിടന്ന് ഒരുപാട് അങ്ങ് ഹാർഡായി പോകരുത്. ഈ തേങ്ങാക്കൊത്ത് ഇതിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നു കേട്ടോ, ചെറുതായിട്ട്. എന്നാൽ ഒരുപാട് മൂത്ത് പോകണ്ട. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ ചെറിയുള്ളി, ഇതിലേക്ക് ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സവോള ചേർക്കുമ്പോഴത്തേക്കും വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചെറിയുള്ളിയും കൂടി ചേർത്ത് പച്ചമുളകും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇനി അത് നന്നായിട്ട് ആ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ആ ചെറിയുള്ളിയിലേക്കും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിലേക്കൊന്നൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് വരട്ടെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടീൻ്റെ അളവൊക്കെ നമുക്ക് എരിവ് തീരെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കണം, എന്തായാലും മുളക് പൊടീൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ. അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പാകപ്പെടുത്താം. ഈ തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ ഈ ചെറിയുള്ളി ഇതൊക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഈ പയർ ഇതുപോലെ തന്നെ ഒടിച്ചെടുക്കണം, എന്നാലാണ് ആ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുമ്പോഴെപ്പോഴും നമ്മൾ തേങ്ങാപ്പീര ഇട്ട് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വെക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ, ഇത് മൂത്ത പയർ പറ്റില്ല കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള അച്ചിങ്ങാപ്പയർ വളരെ ഒരുപാട് അങ്ങ് ഹാർഡാവാത്ത പയർ തന്നെ വേണം ഇതിനെടുക്കാനായിട്ട്. ബീൻസ് ഒന്നും ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഇനി ചെറിയ തീയിലിരുന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കണ്ടോ, നമ്മൾ അടിപൊളിയായിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ പൊടിയൊക്കെ ചേർത്ത് നല്ല അടിപൊളി പയർ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് വെറുതെ പറയല്ല, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മളിന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഇതൊക്കെ ചേർക്കുന്നതിൻ്റെ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെയെങ്കിലും നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കുകയും കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷോർട്സും ചാനലുകളും ഒക്കെ നിങ്ങളൊന്ന് കാണണം. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ ഈ പയറിന് അച്ചിങ്ങപ്പയർ തന്നെയാണോ എല്ലാവരും പറയുന്നത്? അപ്പോൾ അതൊക്കെ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക കേട്ടോ. ഇതുപോലെയൊക്കെയാണോ, ഇനി വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡിഷുകൾ അറിയാം? അപ്പോൾ അത് കമൻറ്റ് രൂപത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ കമൻറ്റ് നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ.
സ്കിപ്പ് ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ടും കണ്ടു നോക്കിയാൽ മാത്രമാണ് ഈ റെസിപ്പി അതേ ടേസ്റ്റോട് കൂടി തന്നെ നിങ്ങൾക്കും തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടതിന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.